അസ്സലാമലൈക്കും. ഒരു പ്രാവശ്യമെങ്കിലും ബണ്ണുകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി നോക്കുകൊണ്ട് സൂപ്പർ ടേസ്റ്റിയാണ്. പുതിയ ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ അതിനിട്ട് 2 ബണ്ണ് എടുത്തിട്ടുണ്ട്. അതൊന്ന് എടുക്കുന്ന കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ബട്ടർ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ ബണ്ണിൻ്റെ ഓരോ ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഒരുപാട് ക്രിസ്പി ആവണ്ട. അങ്ങനെ 2 പീസ് 4 പീസിൻ്റെയും മുഴുവൻ ഭാഗവും ഒന്നിങ്ങനെ ക്രിസ്പിയാക്കി എടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കാരമൽ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞ് പുകഞ്ഞ് പോകരുത്, ഒരുപാട് കളറൊന്നും മാറണ്ട. ഈ ഒരു കളറായാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് പുകഞ്ഞ് പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഒരു 4.5 ടേബിൾ സ്പൂണോളം വരുന്ന മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മിൽക്ക് മെയ്ഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് മിക്സായി വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ബദാം ചെറുതായിട്ട് ചോപ്പാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളത്? ഇപ്പോൾ എന്താ പറയുക, പീനട്ട് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് എല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ആ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിന് കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം വരുന്ന ഒരു 3 ഏലക്കയുണ്ട് കട്ടാക്കിയിട്ട് അതൊന്ന് എന്താ പറയുക ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇവിടെ മുരിപ്പിച്ചെടുത്തിട്ടുള്ള ബണ്ണിലേക്ക് ഇതിങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. പുതിയൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ റെഡിയാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാനിതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ഒരു പ്രാവശ്യം കൊണ്ട് റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ആയ, നല്ല ക്രഞ്ചി ആയിട്ടുള്ള, ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന അടിപൊളി ടേസ്റ്റി ആയ ഒരു ഐറ്റമാണ്. പാകത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക. ഇനി ഇതാകട്ടെ വൈറൽ താരം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കൊണ്ടുവരാം. എല്ലാവർക്കും